ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് തന്നെ പോവാണ്. പക്ഷെ ഷോപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ, ഇത്തവണ കുറച്ച് നമ്മുടെ പ്രിയയുടെ സ്റ്റേറ്റ്മെന്റ് മരം ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതല്ലാതെ നിങ്ങൾ എനിക്കൊന്നും ഇതുവരെ ഷോപ്പിന്റെ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ ബ്രാൻഡ്സും അതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് ഷോപ്പ്, അതിന്റെ ഈസ്തെറ്റിക്സ്, അതിന്റെ വെളിയിൽ നിന്നുള്ള ഷോട്ട് ഒന്നും വരെയൊക്കെ കാണിച്ചിട്ടില്ല. നമ്മൾ ആദ്യമേ കാണിച്ചത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ലല്ലോ. സോ ഇന്ന് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഷോപ്പ് കാണിക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കാണിക്കാം, അല്ലാതെ നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് ഡെക്കറേഷനും കാണിക്കാം. സോ പക്ഷെ അതിനു മുമ്പ് പ്രിയയുടെ കാറിൽ ഒരു സാധനം വീണ്ടും സ്റ്റഫ്ഡ് ആണ്. അതെന്താന്ന് ആദ്യമേ ഞാൻ കാണിക്കാം കേട്ടാ. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് തോന്നുന്നു. എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. പ്രിയയുടെ കാറിന്റെ ഞാൻ ഇന്ന് പോയി വാങ്ങിയതാണ്. എന്താന്ന് നോക്കി ഗസ് ചെയ്തോ. ഞാൻ എന്തായാലും സ്റ്റോറിൽ എത്തിച്ച് ഇറക്കി കാണിക്കാം. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. ചിലവർ പറയും ഡോറാന്ന്, പക്ഷെ ഡോറാണോ? എന്തായാലും സ്റ്റോറിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇത് കൊണ്ടുവരാൻ പറ്റ പാട് എനിക്കറിയാം. ഒറ്റയ്ക്ക് കൊണ്ടുവന്നാണ് ഞാൻ ഗൈസ്. അപ്പോൾ ഞാൻ ഷോപ്പിലെത്തി. ഞാൻ വൈകുന്നേരം കാണിക്കാൻ കാരണം എന്താ അറിയോ, പ്രിയക്ക് ലൈറ്റ്സ് ഇനി ഇതൊരു ഞങ്ങൾ വിചാരിച്ച് ക്രിസ്മസിന് മാത്രം ഇടുന്നതാണ്, ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ കഴിയുന്നവരെ. അതല്ല, ഫുൾ ത്രൂ ഔട്ട് ദി ഇയർ ലൈറ്റ്സ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. സോ ഞാൻ രാത്രി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിൻ്റെ വെളിയിൽ ആദ്യമേ കാണിക്കാം, പ്രിയ വന്നിട്ട് അകമൊക്കെ ഒന്ന് കാണിക്കാം. എൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഔട്ട്സൈഡ് ലുക്ക്. ഇത് കണ്ട് ഈ ലൈറ്റ്സ് ഒക്കെ പ്രിയയുടെ ഐഡിയ ആണ് കേട്ടോ, ഇങ്ങനെ ചുറ്റിയൊക്കെ ഇടാനായിട്ട്. ഇത് മാനിക്കുൻ ബാങ്കോക്ക് ഫാഷൻ്റെ ഏരിയ ആണ്. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ മെയിൻ ഒരു വെളിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്ത സംഭവമാണ്. ഇവിടെ ഒരു റംബുട്ടാൻ മരം ഉണ്ടായിരുന്നു, അത് വെട്ടിയെന്നത് അവിടുത്തെ ചേച്ചിമാർ ഭയങ്കര കലിപ്പിലാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ അറിഞ്ഞില്ല റംബുട്ടാൻ മരമാണ്. പക്ഷേ ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ ലോഗോയും ഈ കളേഴ്സും എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇവൻ്റെ ലാംപ്സ് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു, ഈ ഒരു ഫിനിഷ് കിട്ടുന്ന ഔട്ട്ഡോർ ലാംപ്സ്. ആൻഡ് ഇവിടെ നമുക്ക് ബാങ്കോക്ക് ഫാഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇനി പിന്നെ ഈ സൈഡിൽ നമ്മുടെ ബാക്കിയുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ മാനിക്വിനൊക്കെ വെച്ച് കുറച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു കോസി ഏരിയ ആണ്. ഇവിടെയാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ വ്യൂ ഒക്കെ ഉള്ളത്. ഇത് നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഷാൻഡ്ലിയർ ഒക്കെ സെലക്ട് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടാണ്. പിന്നെ ചെറിയതായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. പപ്പാനി, ഡിയർ, ഞങ്ങൾക്കൊരു കോൺടെമ്പററി ഫീൽ ആയിരുന്നു ശരിക്കും. വരുന്നവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ആംബിയൻസും ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് വരുവാണ്. പർഗോളയിൽ ഇത് ഇവിടെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ മെറി ക്രിസ്മസ് സൈഡൊക്കെ വെച്ച് നമ്മുടെ ഷോപ്പിലേക്ക് കയറുവാണ്. ഞാൻ എന്തായാലും പ്രിയ വന്നിട്ട് കാണിക്കാം. ഇതേ ഞങ്ങൾ സ്റ്റോറിൽ നമുക്ക് ഓബിയസ്ലി എപ്പോഴും അടിച്ചു വരാൻ പറ്റില്ല, പക്ഷെ എനിക്കൊന്നും ഒരു അടിപൊളി സംഭവമാണ്. വീട്ടിലേക്കാണെങ്കിലും സ്റ്റോറിലേക്കാണെങ്കിലും അഗാറുവിന്റെ മോപ്പ് ആൻഡ് വാക്യൂം ക്ലീനർ ആണ്. നമുക്ക് അടിച്ചു വാരി തുടച്ച്, സാധാരണ ഇങ്ങനെ ആദ്യം അടിച്ചു വാരണം, തുടയ്ക്കണം, അങ്ങനെ ഒരു സ്റ്റെപ്പാണ്. ഇത് ഓൾ ഇൻ വൺ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള സംഭവമാണ്. കിടുന്ന സംഭവമാണ്. സംഭവം ഞാൻ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിലാണ് വെള്ളം നിറയ്ക്കേണ്ടത്. ഇതിൽ നമ്മൾ മാക്സ് ലെവൽ വരെ വെള്ളം നിറച്ചിട്ട് ഫിറ്റ് ചെയ്യുക. ഇതിൽ വേണമെങ്കിൽ ക്ലീനിങ് സൊല്യൂഷനും വേറെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഭയങ്കര അഡ്വാൻസ് ടെക്നോളജിയൊക്കെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇത് കണ്ട 3 മോഡ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ 38 മിനിറ്റ്സോളം വർക്ക് ചെയ്യും. ഏകദേശം 3.5-4 മണിക്കൂർ ചാർജ് ചെയ്താൽ മതി. ഇതിൽ 3 മോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓട്ടോമാറ്റിക് മോഡാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട് വീൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉന്താനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇത് മോപ്പിങ്ങും വാക്യൂമിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കും. നമുക്ക് ഈ വെള്ളത്തിന്റെ സ്ട്രീക്സും പാടൊന്നും വരില്ല. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ മോഡാണ്. വെള്ളം സ്റ്റെറിലൈസ് ആയി ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, കുട്ടികൾ താഴെ എഴയുന്നവർക്ക്, അങ്ങനത്തെവർക്കൊക്കെ ഈ വെള്ളം സ്റ്റെറിലൈസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു മോഡുണ്ട്. ആൻഡ് ഫൈനലി ഈ മോഡ് ഉപയോഗിച്ച് നമുക്ക് താഴെ ചായയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് അതും ഉപയോഗിക്കാം. പിന്നെ ഇത് അത്രയും ലൗഡൊന്നുമല്ല, നമ്മൾ ഓൺ ചെയ്താലും ഒരു ചെറിയൊരു സൗണ്ടേ ഉള്ളൂ കേട്ടോ, ഇത്രയും സൗണ്ടേ ഉള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് സൗണ്ട് അനോയിങ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതും മ്യൂട്ട് ചെയ്യാം, സൗണ്ടും മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാത്തിനും വോയിസ് പ്രോംപ്റ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ കോർഡ്ലെസ് ആണ്. സോ നമുക്ക് എല്ലായിടത്തും കൊണ്ട് നടക്കാനും എളുപ്പമാണ്, വാക്യൂം ചെയ്യാനും എളുപ്പമാണ്. ഇത് നമുക്ക് സെൽഫ് ക്ലീനിങ്ങും ആണ്. നമുക്ക് ഇത് നമ്മുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ കാണിച്ചു തരാം. ആ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ക്ലീനിങ് ആയിട്ട് ഇതിന്റെ ബ്രഷും എല്ലാം ക്ലീൻ ആവും. പിന്നെ വേണമെങ്കിൽ കുറച്ച് റെസിഡ്യൂ വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഒക്കെ ഇതിന്റെ ഫ്രണ്ടിലാണ് വരുന്നത്. ഇത് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞുള്ള വേസ്റ്റ് വാട്ടർ ഫ്രണ്ടിൽ വരും. ഇത് നമുക്ക് ഓരോ വാഷ് കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഊരിയെടുത്താൽ മതി. ഇതിൽ ഫിൽറ്ററും ഉണ്ട്. ഇപ്പം കുറച്ച് വാക്യൂം ചെയ്യുന്നതിൻ്റെ ആൾക്കാണ്ട് അഴുക്ക് വെള്ളമുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കളയാം. സോ ഭയങ്കര എളുപ്പമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എല്ലാ ക്ലീനിങ്ങും തീർക്കാം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് അത് നമുക്ക് നമ്മുടെ സ്റ്റോർ ടൂറിലേക്ക് പോവാം. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പ്രിയ എല്ലാം ഒരുക്കുവാണ്. അതെ, കാറിൽ എന്താണ് ഈ ഷോപ്പിൽ ഏറ്റവും അധികം ഉള്ള സാധനമാണ്. വീണ്ടും ഒരെണ്ണം കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുക. അതെന്താ പറഞ്ഞിട്ടില്ല, അതെടുത്ത് വച്ചിട്ട് കാണിക്കാം അല്ലേ.
മാൻഡേറ്ററി ഡയലോഗ് അല്ലേ അത് നമ്മള് ഹോട്ടലില് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോ ഉള്ള സാധനമാണ്. ഈ ഷോപ്പില് കുറെ സ്ഥലത്തുണ്ട്, ഒരെണ്ണം കൂടെ കിടക്കട്ടെ അല്ലേ? എവിടെ വന്നാലും വേണം അത്. ഇപ്പൊ എടുത്തോണ്ട് വരാം. സ്വയരൂപം എല്ലാവരും കാണണ്ടേ എപ്പോഴും. ഞാനും പ്രിൻസ് രണ്ട് കിടിലം പയ്യന്മാര്. ഇപ്പൊ ഇതൊക്കെയാണ് പണി, കണ്ണാടി വെക്കുക. ഒരു MBA, ഒരു ഒഹായോ യൂണിവേഴ്സിറ്റി ഒഹായോ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്, ഒരു CA-ക്കാരൻ. ഇവിടെ പണി പ്രിയയുടെ കണ്ണാടി എടുത്ത് അടുക്കി വെക്കുന്നതാണ്. ഭക്ഷണം ചായ റെഡിയാക്കുക കറക്റ്റ് ടൈമിന്, പാട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതെ, ഞാൻ നോക്കിയപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ സ്പെഷ്യലി ക്രിസ്മസ് സോങ്സ് ഇടണം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹിന്ദി സോങ്. ഞാൻ ഇടയ്ക്ക് ക്യാമറ ചെക്കുമ്പോ ഇവിടെ ഉച്ചയ്ക്ക് ആ പാട്ടൊക്കെ ഇട്ട് ഞാൻ ഞാൻ ഉടനെ വിഷ്ണുപ്രിയക്കൊക്കെ പഴയ മലയാളം പാട്ട് നോസ്റ്റാൾജിയാണ്. ക്യാമറ നോക്കിയപ്പോ ഫുൾ തിരക്ക്. സ്റ്റോർ ചായക്കട ആക്കല്ലേന്ന് ഞാൻ പറഞ്ഞു. ഓച്ചപ്പ് സ്റ്റോറാണ്, ചായക്കട ആക്കല്ലേ. അപ്പൊ അതൊക്കെ പോട്ടെ, ഹാപ്പി സോങ് ഇടൂ. ഇത് അൺബോക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി സ്റ്റോറിന്റെ കാണിക്കാം. ബോക്സ് ചെയ്തോ. ഇനി ഇവിടെ ആരും കണ്ണാടി ഇല്ല എന്ന് പറയരുത്. എവിടെയും ഏത് റൂമിൽ പോലും കണ്ണാടി. അതിപ്പോ ടൂർ കാണിക്കാൻ മനസ്സിലാവും. അതെ, എവിടെ നോക്കിയാലും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാം. ഒരു പുതിയ അൺബോക്സിങ്. ആദ്യം തന്നെ പ്രിയ തന്നെയാ കണ്ടത്. എല്ലായിടത്തും അതെല്ലാം കാണിക്കാം നമുക്ക്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞേ. അങ്ങനെയൊക്കെയാണ്. മുതലാളി അകത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വെർച്വൽ ടൂർ ആയിരിക്കും കേട്ടോ ഇത് കാണുന്നത്. തുറന്നോ. ഹായ് ഗൈസ്, വെൽക്കം ടു ഒരു ഹാപ്പി സ്റ്റോർ. അധികം നീട്ടണ്ട. നമുക്ക് ഇവിടെ ഇതുവരെ നമ്മൾ സ്റ്റോർ കാണിച്ചിട്ടില്ല, ബ്രാൻഡ്സും അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെയാ കാണിച്ചത്. ഇത്തവണ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മളൊരു സ്റ്റോർ ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. ക്ലോസ് ആയി കേട്ടാ. അതെ, നിങ്ങൾ ഡോർ എന്ന് നിങ്ങൾ ഇനി വീഡിയോ കാണുന്നതായിരിക്കും. ഡോർ എന്തായിരിക്കും, ഹാൻഡിൽ എന്തായിരിക്കും, ഡെക്കറേഷൻ എന്തായിരിക്കും, ഇതിലായിരിക്കും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ടൂർ നമുക്ക് സമാധാനം അവിടെ കാണിക്കാൻ പറ്റുക. ആദ്യമേ തന്നെ ഇത് കണ്ട, നമ്മളിപ്പോ ക്ലോസ് ആയി. രാവിലെ 11 AM ടു രാത്രി 8 PM ആണ്. പക്ഷെ ആ ഡോർ ഹാൻഡിലിന് വേണ്ടി ഞാനും പ്രിയൻ തമ്മിൽ തല്ലിന് അളവില്ല. പക്ഷെ ഈ ഡോർ ഹാൻഡിൽ ലാസ്റ്റ് എന്റെ സെലക്ഷൻ ആയിരുന്നു. അപ്പൊ കേറി വരും. നിങ്ങൾ ആദ്യം കേറി വരുമ്പോ കാണാൻ പോകുന്നത് എന്താന്ന് വിചാരിച്ചാല് പ്രിയനെ അല്ല തിരിയോ അങ്ങോട്ട് ഇങ്ങോട്ടാ. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ കേറി വരുമ്പോ കാണാൻ പോകുന്നത്. ഇതൊരു ഫോട്ടോ ബൂത്ത് ആക്കിയതാണ്. അതായത് നമ്മുടെ വേൾഡ് ഒരു ഹാപ്പി സ്റ്റോർ. ഇത് കുറെ ഞാൻ നമ്മുടെ എക്സിബിഷന് ഒരു ഫോട്ടോ ബൂത്ത് ചെയ്തൊരു കുട്ടിയെ വെച്ച് ഇത് കൊട്ടകള് കൊണ്ട് ഡിസൈൻ ഒക്കെ ചെയ്യിപ്പിച്ച് എന്റെ ഒരു തീം ഉണ്ട്. ഇങ്ങനത്തെ ഈ സെയിം സ്ഥലം 3 സ്ഥലത്ത് ചെയ്യാനായിട്ട് ജെറിൻ ചോദിച്ചിട്ടുണ്ട്. ആണോ? അത് പറ്റൂല. അവരുടെ ഹൗസ് ബോട്ടിൽ ചെയ്യാനാണ്. ഇത് ചെയ്ത ആളുടെ നമ്പർ എന്നോട് ഇപ്പോഴേ ഞാൻ ഓർത്തേ. അപ്പൊ ഓക്കെ, ഫോട്ടോ ബൂത്ത് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുൾ ഒരു ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിന്റെ ടെക്സ്ചറിന് ഒരു ഭയങ്കര അപ്രിസിയേഷൻ തരുന്നത്. ഞങ്ങളൊരു 8-9 ടൈപ്പ് പെയിന്റ് ഫിനിഷസ് നോക്കിയിട്ടാണ് ഇതിലേക്ക് ഫൈനലൈസ് ചെയ്തത്. ആ പെയിന്റേഴ്സ് എന്താ അടിപൊളിയായിരുന്നു. നമ്മുടെ പെയിന്റിനോട് മാച്ച് ചെയ്ത് തന്നെയാണ് എനിക്ക് ടൈല് ഫ്ലോർ ടൈല് മാച്ച് ചെയ്താണ് വോള്. ആ കാർപ്പറ്റ് വരെ മാച്ചിങ് ആണ് നമുക്ക് നോക്കണ്ടെങ്കിലേ. സ്റ്റാഫ് വരെ ഒരു പേന വരെ സെലക്ട് ചെയ്ത് എന്നോട് ചോദിക്കും ഈ ബാംബുവിനോട് മാച്ച് ചെയ്താണോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനാണ് ഞാൻ പാലയിൽ പോയത്. എന്താ കാര്യം? പ്രിയയുടെ കല്ലുങ്കൽ ഫർണിച്ചർ സെന്ററിനാണ് ഞാൻ ഈ സെറ്റ് വാങ്ങിച്ചത്. തൊട്ട സൈഡിലുള്ള ലാമ്പ് ഫാബിന്റെയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് കംഫർട്ടിന് വേണ്ടി ഇത് ഞാൻ ഒരു ഡീഹ്യൂമിഡിഫയർ വിത്ത് സം എസെൻഷ്യൽ ഓയിൽസ്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഭാര്യമാരോ ആരെങ്കിലൊക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ സ്ട്രെസ് അടിക്കാതെ ആവാൻ ഞാൻ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല റിലാക്സ്ഡ് ആയിട്ട്, ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ലാതെ നല്ല റിലാക്സ് ആയിട്ട് വാങ്ങാം. ഇവിടെ ഞങ്ങൾ മാഗസീൻസും പേപ്പേഴ്സ് ഒക്കെ വെക്കുന്നതായിരിക്കും. ഏരിയ ഇത് ചെട്ടിനാട് എന്നുള്ള റേഡിയോ ആണ്. എല്ലാം മാച്ചിങ്. ഞാനും വാങ്ങിക്കൊണ്ട് വരാം കുറെ കളർഫുൾ സാധനങ്ങള്.
ഇത് ആർക്കും എന്താണെന്ന് അറിയില്ല, പക്ഷെ ഹാപ്പി ആണെങ്കിൽ ബെല്ലടിക്കണം. പക്ഷെ ആർക്കും അത് എന്താണെന്ന് അറിയില്ല. പ്രിയയുടെ വല്ല ആന്റിക്കാന്ന് വിചാരിച്ച് ആരും തൊടാറില്ല. നിങ്ങൾ ഈ സ്റ്റോർ വന്ന് കണ്ട് ഷോപ്പെല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ട് പോകുമ്പോ തിരിച്ചു പോകുമ്പോ ഇങ്ങനെ ബെല്ലടിച്ചു പോയാ ഇവിടെ നമ്മളും സ്റ്റാഫ് എല്ലാരും ഹാപ്പി ആയിരിക്കും. പിന്നെ നമ്മളുടെ റിസപ്ഷൻ ടേബിൾ ആണ് ഇത്. ഓക്കെ, ഇതും ഞാൻ ഇതിൽ നോക്കി ഇത് കാണിക്കും, ക്ലോസപ്പ് ഒക്കെ കാണിക്കുക. കാണാം. ഇത് കണ്ടോ, പായ കൊണ്ട് ഇത് ഞാൻ നെയ്യിപ്പിച്ചെടുത്ത പായ. അറിയോ, എന്നുവെച്ചാൽ ഞങ്ങളുടെ ഈ അളവിന് പായ കിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ അളവ് കൊടുത്ത് നെയ്യിപ്പിച്ച് 2 ദിവസം കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ 2 സാധനം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫോർ സെയില് ഈ ഡിയേഴ്സിനെ ചോദിക്കുന്നുണ്ട്. അയ്യോ, അത് നമ്മൾ ഡെക്കറേഷന് വേണ്ടി അത് എന്നിട്ട് അകത്തൊക്കെ പോയി നോക്കി ഇത് കാണുന്നില്ലല്ലോ എവിടെ കിട്ടുന്നത്. പിന്നെ സെക്കൻഡ്ലി ഈ നമ്മുടെ ലക്കി കാറ്റ്, ഇത് ജപ്പാൻ. ഇത് ഞാൻ പറ്റുമെങ്കിൽ കുറച്ച് നമുക്ക് വാങ്ങി വെക്കാം. ഞാൻ കൊണ്ടുവരും നോക്കാം. തായ്ലൻഡിൽ ചിലപ്പോ കിട്ടും. ഇത് ഒത്തന്റിക് വലിക്കുന്നതാണ്. വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ്, വെൽത്തും ഹാപ്പിനെസ്സിനെയും. സോ അതാണിത്. പിന്നെ ഇത് നമ്മുടെ സെയിം സ്ഥലത്ത് നിന്ന് പാലയം തന്നെ എടുത്താണ്. പറഞ്ഞ അവിടെ ഓണറിന്റെ ചെയർ കണ്ട് ഇഷ്ടപ്പെട്ട് അതുമാതിരി നമ്മള് അത് മാത്രമല്ല ഓണറിന്റെ ചെയറാണ് ഇപ്പൊ കിട്ടിയത്. അതെ, ഓണറിന്റെ ചെയറാണ് അതുമാതിരി നമ്മൾ എടുത്താണ്. ഓക്കെ, പിന്നെ ഈ ലൈറ്റ്സ്, ഇവിടെ ഉള്ള 2 സ്റ്റേറ്റ്മെന്റ് പീസ് ലൈറ്റ്സ്, ഇത് നമ്മുടെ നമ്മള് ടോണി ലൈറ്റ്സ് എടുത്തതാ. ഇനി ഇവിടുന്ന് കേറി വരുമ്പോ മുന്നോട്ടേക്ക് വരുമ്പോൾ എന്റെ മരം കാണും. അതൊന്ന് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മള് ക്യാമറയുടെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ടൂർ കഴിഞ്ഞിട്ട് ഞാനും പ്രിൻസും കൂടെ ഇത് ഡെക്കറേഷൻ ചെയ്തു. ഓൾറെഡി കുറച്ചൊക്കെ ചെയ്തു വെച്ചു, അല്ലാതെ ഒരു ഫിനിഷിംഗ് ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പീസ് ഓഫ് ദ സ്റ്റോർ. കേട്ടോ, ഇതാണ് ഇത് ഞങ്ങള് തീം ട്രീ. എന്ത് അങ്ങനെയല്ല, ഇത് തീം ട്രീ നമ്മള് നെയിം ചെയ്തിരിക്കുന്നത്. ഓരോ തീം അനുസരിച്ച് ഇതിന്റെ ഡെക്കറേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതാവോ വിഷുവിന് മറ്റേ കൊന്നപ്പൂ ഇടാം. പിന്നെ ഈസ്റ്ററിന് കുറച്ച് ബണ്ണീസിനൊക്കെ ഇടാം. ക്രിസ്മസിന് നമുക്ക് ഇതുമാതിരി സ്റ്റാർ ഒക്കെ. അതെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതെ, ഒരു ഉണക്കം മരമായിരിക്കും. അത് കൊണ്ടുവന്ന് നല്ല രസമായിരുന്നു. ഓട്ടോന്റെ ബാക്കിൽ മരം പൊക്കിക്കൊണ്ടുവരുന്നത്. എവിടെന്നോ ഞാൻ കൊണ്ടുവന്ന് ലോറിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്ത് സിമെന്റ് ഏൽപ്പിച്ച് സ്റ്റിക്ക് ചെയ്ത് വയ്പ്പിച്ചിരിക്കുകയാണ്. പിള്ളേര് വന്ന് അതേ പിടിച്ച് തൂങ്ങരുത്, എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇനി ഇപ്പൊ ഒരു ടൂർ തുടങ്ങാം. കയറി വരുമ്പോ ആദ്യം തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ളത് എന്താണ്, കഫ്താൻസും സൽവാർസും ഒക്കെ മിക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് വരുന്നത്, ഓരോരോ ബ്രാൻഡ്സിന്റെ. പിന്നെ ഇങ്ങനെ റൂമുണ്ട്. ഓക്കെ, ഇതാണ് ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. ഇനി ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടെ വരാനുണ്ട്. കുറച്ച് എന്ന് പറയാൻ അടുക്കുന്ന സ്റ്റൂളൊക്കെ വരാനുണ്ട്. പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കാൻ ടൈം കിട്ടിയില്ല, ഇനി വരുന്നേ ഉള്ളൂ. പിന്നെ കുറെ പുതിയ കളക്ഷൻസ് വരും. നമ്മൾ അപ്പൊ ഒരു വ്ളോഗ് ചെയ്യും അല്ലെ. ഉടനെ തന്നെ തായ്ലൻഡ് പോകുന്നുണ്ട്. അല്ല, ഇത് നമ്മള് ഒരു പഴയ ഭയങ്കര ഒരു പഴയ സ്റ്റോക്ക് ആണ്. പക്ഷെ നമുക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ആംബിയൻസ് പെർഫെക്റ്റ് മാച്ചിങ് ആയി. ക്രിസ്റ്റൽസ്. ഈ റൂം നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരുപാട് പാട് കിട്ടും. മതിൽ പൊളിച്ച്, വിൻഡോസ് പൊളിച്ച്, ഗ്ലാസ് ഇട്ട്, സീലിംഗ് കുറച്ച് പൊക്കി, റീഇൻഫോഴ്സ് ചെയ്ത്, അതൊക്കെ പോട്ടെ. ഇപ്പൊ വന്ന് എന്താ കാണുന്നല്ലേ, എല്ലാം കൂടെ പണി നടന്നൊരു 3 മാസം ടൈമിംഗ് ആണ് അല്ലെ. അതിന്റെ ഇടയ്ക്ക് 1 മാസം ദില്ലിച്ചേട്ടൻ ജപ്പാനിൽ പോയി. എനിക്ക് അതൊക്കെ പോട്ടെ, ഇപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് സ്റ്റോർ കാണിക്കാം. ശരി, ഇതാണ് ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. ഇത് ചെയ്ത പയ്യന് ഇപ്പൊ കുറെ വർക്ക് കിട്ടി തുടങ്ങി. നമ്മുടെ അനീഷനെ വിളിച്ച് വേറെ സ്ഥലത്തൊക്കെ വർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹീസ് വെരി ടാലന്റഡ്. പയ്യനെ കിട്ടി വെച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ച് എടുപ്പിച്ചു. ഇതൊക്കെ ഫാബ്രിക് ആണ്, ആ ഡ്രസ്സൊക്കെ. അത് ബാഗാണ്, അത് 2 പഗ്ഗല്ല. പിന്നെ ഇവിടെ നമ്മുടെ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ആസ് പെർ കസ്റ്റമർ ഡിമാൻഡ് ഒരു എക്സ്ട്രാ ട്രയൽ റൂമും കൂടെ വെച്ചിട്ടുണ്ട്. എന്തൊരു സ്റ്റൈല്! ഇത് മറ്റേ ലൂയി വിറ്റോന്റെ ബുട്ടീക്കിലൊക്കെ വെക്കുന്ന പോലെ ഉണ്ടല്ലോ. ഫുൾ മിറേഴ്സ് ഉണ്ട് ഇവിടെ. ഇനി 2 ലൈറ്റും കൂടെ വരുവേ, സോ ദാറ്റ് നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാം. സോ ബാങ്കോക്ക് ഫാഷൻ അകത്ത് ഒരു ട്രയൽ റൂം ഉണ്ട്. ഓക്കെ, ഇനി ഇതാണ് ബാങ്കോക്ക് ഫാഷൻ. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നടന്നു വരിക. എന്നിട്ട് ആദ്യത്തെ ലെഫ്റ്റ് എടുക്കുക. ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യാം.
എന്നിട്ട് അവിടെ പോസ് ചെയ്യാ, കാരണം ഇവിടെ അടുത്ത ട്രയൽ റൂം ഉണ്ട്. അയ്യോ പക്ഷെ ഇവിടെ ഫുൾ തുണികളായിരുന്നു. അത് കാണാം. നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ ഒരു തവണ 4-5 തവണ ഡ്രസ്സുകൾ ഒതുക്കിയിട്ടാലും ലാസ്റ്റ് രാവിലെ ആയിരിക്കും ഇതൊക്കെ ഇനി റീസ്റ്റോക്ക് അറേഞ്ച് ചെയ്യുന്നത്. അതെ, ഈ തുണികള് ഞങ്ങൾ ഓരോരോ ഹാങ്ങറിൽ ഇട്ട് സ്റ്റാഫ് എല്ലാം രാവിലെ റീ അറേഞ്ച് ചെയ്തതിന് ശേഷമേ ഷോപ്പ് തുറക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 11 o'clock ആക്കിയിരിക്കുന്നത്. സോ ഇന്ന് ആക്ച്വലി കുറവാണ്, അല്ലെങ്കിൽ ഏകദേശം പ്രിയയുടെ ഹൈറ്റ് കാണും ഡ്രസ്സ്. മാക്സിൽ അവർക്ക് അത്രയും സ്റ്റാഫ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അറിയാത്തത്. അല്ല, നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ ഇതുപോലെ ഫുൾ മിറേഴ്സ് ആണ്. ഇത് നമ്മുടെ മെയിൻ ഡ്രസ്സിംഗ് റൂം ആണ്. സോ അവിടെ ഇവിടെ ഒക്കെ മിറേഴ്സ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലൈറ്റിംഗ് പ്രോപ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഫുൾ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രയൽ റൂം. ഓക്കെ, പിന്നെ അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റൂം കേട്ടോ, ആക്ച്വലി മെയിൻ ട്രയൽ റൂം. മറ്റേത് ബാങ്കോക്ക് ഫാഷനിലാണ് സെക്കൻഡ് ട്രയൽ. ഓക്കെ, ഇവിടെ പിന്നെ കിഡ്സ് സെക്ഷൻ, കിഡ്സ് ആൻഡ് മെറ്റേണിറ്റി വെയർസ്. സോ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഇവിടെ മെറ്റേണിറ്റി വെയർസ് മൊത്തം കാണാം. അതല്ലാതെ കിഡ്സ് വെയർ കുറെ ഉണ്ട്. പിന്നെ നമ്മുടെ ആകെക്കൂടെ ഉള്ള പക്ഷെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ആൻഡ് ഡീകോറിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇവരുടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം 2 times അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സമയമുള്ളൂ. അതെ, പിന്നെ അവർക്ക് എല്ലായിടത്തും നോക്കണല്ലോ, അപ്പൊ നമുക്ക് അവരെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അറിയോ, ഏറ്റവും വലിയ പ്രയോറിറ്റി കസ്റ്റമേഴ്സിനെ അറ്റ് ഹോം ആക്കുക. അത് മാത്രമേ നമ്മൾ ഒരു റിക്വയർമെന്റ് സ്ട്രിക്റ്റ് ആയി പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി ആക്കി വിടുക. ഓക്കെ, പിന്നെ ഇവിടെ ടോയ്സും അതുപോലെ തന്നെ ഇതുപോലത്തെ. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അത് തുറന്ന് കാണിക്കും. അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡിസ്കൗണ്ട് സാധനങ്ങൾ കാണാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ്. തുറക്ക്. ഇനി ഒന്നും ഫ്രീ ആയിട്ട് തന്നില്ലാന്ന് വേണ്ട. ഒരു ഡിസൈനർ ബാത്റൂം ഉണ്ട് ഇവിടെ. അപ്പൊ അതെ, ഒരു ഡിസൈനർ ബാത്റൂം ആണ്. ഈ ടൈൽസ് വരെ ഞങ്ങൾ കുറെ തപ്പിയിട്ടാണ് ഇതിന്റെ ഇടയ്ക്കുള്ള സാധനങ്ങൾ കിട്ടിയ. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. വരാനുണ്ട്. ഇതും കൊള്ളാം. ഇതും നമ്മൾ സെലക്ട് ചെയ്ത് ആദ്യമേ ഈ ബിൽഡിംഗ് പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതാ. അപ്പൊ ഇവിടെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സർവീസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വന്നു കഴിയുമ്പോ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ കിഡ്സ് സെക്ഷനും ഉണ്ട്, സൽവാർസ് ഉണ്ട്, പിന്നെ ഓർണമെന്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ പരിഷ്കാരി ടീഷർട്സ് ഒക്കെ. കുറച്ച് ടീഷർട്സ് ഇവിടെ കൂടുതലുള്ളത് ഡെയിലി വെയർസ്, സൽവാർസ്, പിന്നെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അതെ, ഇത് ഞങ്ങൾ നിർബന്ധിച്ചാണ്, ഞാനും പ്രിൻസും നിർബന്ധിച്ചിട്ടാണ് ഇത് ഇവിടെ വെപ്പിച്ചത്. കാരണം നമുക്ക് എല്ലായിടത്തും മിറേഴ്സ് വേണം. പിന്നെ ഇപ്പൊ അത് അവര് കൗണ്ട് ചെയ്ത് കമന്റ് ചെയ്യട്ടെ. ഈ സ്റ്റോറിൽ എത്ര മിറേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് അറിയാം. അപ്പൊ ഇവിടെ ഒരു മിറർ അതല്ല, നമുക്ക് ഒരെണ്ണത്തിൽ അവസാനിപ്പിക്കോ? പ്രിയ ആക്കൂടെ എല്ലാത്തിനും യെസ് പറയുന്നത് ഇതിനാണ്. മിറേഴ്സ് എത്ര വേണമെങ്കിലും വെച്ചോ. ഇവിടെ ഒരു മിറർ. ഓക്കെ, അതെ, ഇവിടെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും. അത് ചിലപ്പോ അങ്ങനെ ട്രാവൽ ചെയ്ത് ഉള്ള ഒരു മെമ്മറീസോ അങ്ങനെ വല്ല റാക്കായിട്ട് വല്ലതും വെക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് ഇവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫുൾ സൽവാസ് ആണ്. അതെ, കിഡ്സിന്റെ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പിക്കിൾസ് ഉണ്ട്, ഹോം മെയ്ഡ് പിക്കിൾസ്. നമ്മുടെ ആൾക്കൂടെ ഉള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്. ഇവരുടെ സൂപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, കിഡ്സ് സൂപ്പ്, അതോടെ വരും. പിന്നെ ജൂത്തീസ് ഉണ്ട്, ഇങ്ങനത്തെ വർക്കൊക്കെ ഉള്ള ജൂത്തീസ് ഉണ്ട്. ഇത് നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർസ് ബാഗിൽ ബാലി ബാഗ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റോർ റൂം ആൻഡ് പാൻട്രി ഏരിയ ആണ്. അത് കാണിക്കണ്ട, കുറച്ചും കൂടെ ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. അത് പിന്നെ ഒരു വ്ലോഗായിട്ട് അത് കാണിക്കൊന്നുമില്ല. എന്ത് കാണിക്കാൻ ഇത്ര അങ്ങനത്തെ ബാഗ്സ് ഒക്കെ സെക്ഷൻ ഈ ഒരു ഏരിയ ആണ്. ശരിക്കും കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആപ്പി സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഗോവയിലും ബോംബെയിലും ഒക്കെ പോണെന്ന് തോന്നുന്നു. അവര് പറഞ്ഞതാണ് കേരളത്തിൽ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. ബോഹോ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങി നേരെ പോയി കഴിയുമ്പോ ഇനി നമ്മള് ഇന്ന് അത് തന്നെ തിരിച്ചു വരും. നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ബെഡ്ഷീറ്റ്സ് അത് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു ഡീകോർ ഏരിയ ആണ് മെയിൻ ആയിട്ട്. നമ്മുടെ ഡീകോർസ്. പിന്നെ എനിക്ക് ആകെ കൂടെ ഉള്ള ഒരു സ്ഥലം. എല്ലാരും ഒരു
ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഇന്ന് ആണുങ്ങൾക്കൊന്നുമില്ല ഭർത്താക്കന്മാർക്കൊന്നുമില്ല. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. കാരണം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഷർട്ട്സ് ഒക്കെ എത്ര തവണ ഇട്ടിട്ട് മോശം ചെയ്തിട്ട് ഒന്നും ചുരുങ്ങുന്നില്ല. കളർ ഷർട്ട്സ് ആണ്. പിന്നെ ഗ്രില്ലും ഇട്ട ഷർട്ട് ഉണ്ടല്ലോ, ഈ ഗ്രേ ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. അതും കൊള്ളാം. ഇവിടെ ഷർട്ട്സ്, ഇവരുടെ ഷർട്ട്സേ കളറും പോത്തില്ല ചുരുങ്ങത്തും ഇല്ല. അതാണ് ഞാൻ ഇവരെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചത്. വാഷ് ചെയ്താലും കളറും പോല ചുരുങ്ങത്തും ഇല്ല. അതാ മെയിൻ തിങ്. കഫ്താൻസും ഉണ്ട്. ഓക്കെ, ഭയങ്കര ഒരു യൂണിക് സാധനമാണ്. പ്രിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബാഗ് അത് ഞാൻ ഈ വ്ളോഗ് കഴിയുമ്പോ കാണിക്കാം. പ്രിയ ഏത് ബാഗാ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഡീകോർ സാധനങ്ങളുണ്ട് എല്ലാം. ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് കേട്ടോ. കുറെ ഡീകോർസ് ഒക്കെ വരാനുണ്ട്. അവരുടെ ബെഡ്ഷീറ്റ്സും ഇവർക്ക് നല്ല ഇവരുടെ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിമാർക്സ് നല്ലത് കിട്ടുന്നത് ബെഡ്ഷീറ്റ്സും ബെഡ് സ്പ്രെഡ്സിനും ഇവരുടെ മണമുള്ള സാധനത്തിനും കപ്സും. പക്ഷെ ഏറ്റവും കൂടുതൽ ബെഡ്ഷീറ്റ്സിനാണ് ആൾക്കാർ കൊടുക്കുന്നത്. ഓക്കെ, പറയണം സാധനങ്ങളുണ്ട്. പിന്നെ പുതിയ മിറർ വേറെ മിറർ ഉണ്ട്. അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് കൗണ്ട്. പിന്നെ ഇതൊരു ജ്വല്ലറി ടേബിൾ ആണ്. ഇവിടെ മെയിൻ വന്നിട്ട് ജ്വല്ലറിയും സാരീസും പിന്നെ ഒരു സൽവാറിന്റെ ഒരു ഇതുണ്ട്. ഓക്കെ, കുട്ടികളുടെ ഹെയർ ബാൻഡ്സും ഒക്കെ. ഓക്കെ, പിന്നെ ജ്വല്ലറീസ് എല്ലാ ടൈപ്പും ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഹെവി ഓർണമെന്റ്സ് പോലത്തെ വേണമെങ്കിൽ അത് വേണം. ഡെയിലി വേഴ്സ് ഉള്ളതുണ്ട്, കാഷ്വൽ വേഴ്സ് ഉണ്ട്, പാർട്ടി വേഴ്സ് ഉള്ളതുണ്ട്. ഇവിടെ ഫാൻസി സാരി ഉണ്ട്, ഇവിടെ കോട്ടൺ സാരി ഉണ്ട്. ഇത് കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ബ്രേക്ക് കൊടുക്കാം. എങ്ങനെ പ്രിൻസാ പറഞ്ഞ ഞാനല്ല, പ്രിൻസാ പറഞ്ഞ മാബൊട്ടീന്റെ സാധനം പ്രിയക്ക് നന്നായി ചേരുന്നു. അപ്പൊ ഇനിയിപ്പോ കുറച്ചു പേർക്ക് ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റാൻഡ് കാലിയുണ്ട്. അത് നമ്മൾ മിക്കവാറും ഒരു ജ്വല്ലറിക്ക് വേണ്ടിയാണ് നോക്കുന്നത്, എന്തെങ്കിലും യൂണിക് ആയിട്ടുള്ള ജ്വല്ലറി. അല്ല, അത് പറ. നമുക്കിപ്പോ ഒരു ജ്വല്ലറിക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഒരു ബോയ്സിന് നല്ല കളക്ഷൻ ഉള്ള ഒരു കിഡ്സിന് സ്കോപ്പ് ഉണ്ട്. ഒരു ടോയ്സിന്റെ ഷോപ്പിന് ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും നല്ല വെസ്റ്റേൺ വെയർ അല്ലെങ്കിൽ എന്തെങ്കിലും യൂണീക് ആയിട്ടുള്ള വിമൻസ് വെയർ. ഇത് നാലേ നമുക്ക് ഇനി കാലിയുള്ളൂ അല്ലെ. അപ്പൊ എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇഷ്ടപ്പെടുന്നവർക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഏരിയ കഴിഞ്ഞു. ഇനി എന്താ? നമ്മുടെ കാർപ്പറ്റ്സിന്റെ ഉണ്ട്. ഇവിടെ ഒരു കിഡിലും പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. അത് പ്രിയ എന്നെ റെക്കമെൻഡ് ചെയ്തതാണ്. ജയ്പൂർ ടൈപ്പ് ഇക്കത്തെ കാർപ്പറ്റ്സ് ഒക്കെ അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് കൂടുതൽ കസ്റ്റമൈസേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കാർപ്പറ്റ്സ് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത് അവര് നിങ്ങളുടെ വീടിനും ഡീക്കോറിനും അനുസരിച്ച് ആർക്കിടെക്ട്സിന്റെ ഒരു കമ്പനിയാണ്. സോ അവര് ചെയ്തു തരും. പിന്നെ പ്രിയയുടെ ഇത് ആക്ച്വലി പ്രിയ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓരോ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി എടുത്താണ്. ഞാനും പ്രിൻസും എടുത്താണ്. ഇത് ഞാനും പ്രിൻസ് ഇത് ഷോപ്പിംഗ് ബാഗ് ഹാങ്ങർ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ. ഇത് ശരിക്കും എന്റെ ഡ്രസ് ഹാങ് ചെയ്യുന്ന മാനിക്വീൻ ആണ്. മാനിക്വീന് പകരം ഒരു സ്റ്റാൻഡ് ചെയ്തതാ. ഞാൻ വന്ന് നോക്കിയപ്പോ ഇവർ രണ്ടുപേരും കൂടെ ബാഗ് ഒക്കെ കൂടെ ഇതിനകത്ത് തൂക്കിയിട്ടിരിക്കുന്നു. ഇത് ഷോപ്പിംഗ് ബാഗ് ആണ് കേട്ടോ ഞങ്ങളുടെ. അപ്പൊ നിങ്ങൾക്ക് ആ ഷോപ്പിംഗ് ബാഗ്സ് എടുത്തോണ്ട് പോവാം. ആൻഡ് ഫൈനലി എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇവിടെ വന്ന് ബില്ല് ചെയ്യാം അല്ലേ. അതെ, ഫോട്ടോ എടുക്കാൻ മറക്കരുത്. ഫോട്ടോ എടുത്ത് പോവാം. അതെ, എന്നിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ടാഗ് ചെയ്യാം. ഓക്കെ. ഇനി ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. ഇത് വാങ്ങാൻ ഞാനും ജഫ്രിനും ഓട്ടോയിൽ മറ്റേ ജഫ്രിന്റെ സ്കൂട്ടറിൽ ബ്രോഡ്വേ പോയിട്ട് പ്രിയക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയോ? എന്റെ ലിസ്റ്റാണ്. ഇതിന്റെ കൂടെ നമ്മളൊരു നല്ല പപ്പാനി വാങ്ങി. അത് മാനിക്വിൻ ഏരിയ വെച്ചിട്ടുണ്ട്, ഒരു ഡിയറിനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തുടക്കത്തില്. അതെ, അത് നാളെ ഫിക്സ് ചെയ്യും. അതിന്റെ ലൈറ്റ് വാങ്ങിയിട്ടില്ല കേട്ടാ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് വാങ്ങണേ. അതാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വാങ്ങാം നമുക്ക്. അതാണല്ലോ എപ്പോഴും. ഇതൊട്ട് മാഡം തന്നെ പോകട്ടാ. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഈ ക്രിസ്മസ് ട്രീയില് റെഡ് മാത്രമേ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ലീഫ് എന്ന ഗോൾഡൻ അല്ലേ? അതാ പറഞ്ഞേ. ഞാൻ അന്ന് നമ്മള് ബ്രോഡ്വേ പോയപ്പോ വാങ്ങിച്ചതാ. ഈ ഗോൾഡൻ ലീഫും ഈ ചെറിയ തുണി കിടക്കുന്നതും. നിങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അതിനാണ് ഞങ്ങൾ കാണിക്കുന്നത്. കസ്റ്റമർ വന്ന് എടുത്തു, എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്റെ ആ കുട്ടിക്ക് എന്റെ തല ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ
ഇങ്ങനെ വരണം. അല്ലേ ചേച്ചി ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിച്ച ഫോട്ടോ എടുത്ത്. ഓക്കെ, ഇത് വേദു കളർ ചെയ്താണ്. അപ്പൊ അത് വേദു ഇവിടെ തൂക്കാം, അമ്മയുടെ അപ്പയുടെ ഷോപ്പിൽ തൂക്കണം എന്ന് പറഞ്ഞ് തന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ഇവിടെ സോക്സിന്റെ അകത്ത് വെച്ചു. സാന്റാസ് ഗിഫ്റ്റ്. വേദു കളർ ചെയ്തതാണ് ക്രിസ്മസ് ട്രീക്ക് വേണ്ടിട്ട്. പ്രിയ മറ്റേ 4 അടിയുടെ താഴെയുള്ള സ്ഥലത്ത് മാത്രമേ തൂക്കത്തുള്ളൂ. അത് പിന്നെ എനിക്ക് ഉള്ള പൊക്കത്തിലേ തൂക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ അല്ലേ തോട്ടി മാതിരി. അതെ, ഇപ്പൊ മനസ്സിലായല്ലോ ഉപയോഗം. തോട്ടിയെ കൊണ്ട് ഈ ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ. മാറാമ്പലടിക്കാം. മതി വാചകം. ഫാൻ ആരാ തുടച്ചു തരാൻ പറഞ്ഞ? ആ, ഇനി തന്നെ കയറി തുടക്കേട്ടാ. ആർക്കും അങ്ങനെ പൊക്കമില്ലല്ലോ ചെണ്ണന്മാര് തോട്ടി പോലെ. കൈ കൊണ്ട് ഇങ്ങനെ എന്നോട് രാവിലെ വന്നിട്ടെ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്ക്, അത് ഞങ്ങൾക്ക് ആർക്കും എത്തുന്നില്ലാന്ന്. പിന്നെ ഞാനിങ്ങനെ തുടങ്ങി. പോട്ടെ, അപ്പൊ ഫൈനലായിട്ട് നമ്മുടെ ക്രിസ്മസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രിസ്മസ് ഇൻ അവർ സ്റ്റോർ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിന്റെ ഫസ്റ്റ് ക്രിസ്മസിന് ആ സ്റ്റാറും കൂടെ തൂക്കി വ്ലോഗ് അവസാനിപ്പിച്ചോ. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് സ്റ്റാർ, ബ്ലെസ്ഡ് ക്രിസ്മസ്. നമുക്ക് ഫസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് ക്രിസ്മസ് ആൻഡ് ഒരു ഹാപ്പി സ്റ്റോർ തൂക്കിക്കോ. ഇത് തൂക്കണമെങ്കിൽ ദില്ലി ചേട്ടനോ ഫ്രണ്ട്സ് ആരെങ്കിലും വരണം. അപ്പൊ ഞാൻ തൂക്കാം. അല്ല അതിന്റെ സോ വൺസ് അഗൈൻ എല്ലാരും നമ്മളവിടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് വെൽക്കം ചെയ്യാണ്. കം ഹാവ് ഫൺ. ഒന്നുമില്ലെങ്കിൽ ഇവിടെ കുറച്ച് റിലാക്സ് ചെയ്തിട്ടെങ്കിലും പോവാം. ചൂടൊക്കെയല്ലേ, എടുത്തിട്ട് പോവാം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ലോഗ്. ഒരു വെർച്വൽ ടൂർ ആയിരുന്നു ആൻഡ് എല്ലാരും ഒന്നും കൂടെ വെൽക്കം ചെയ്തു. സോ നമുക്ക് അടുത്തൊരു വേറെ ഒരു അടിപൊളി വ്ലോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.